നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിടത്തിലാണ് ഉള്ളത്. പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് ഈ മൾച്ചിങ് ഷീറ്റ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നെൽകൃഷി കഴിഞ്ഞ് പാടത്താണ് നമ്മൾ തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത് വെള്ളമാകുമ്പോഴത്തേന് നമുക്ക് എന്തെങ്കിലും ഈ മൾച്ചിങ് ഒക്കെ ഇവിടുന്ന് വലിച്ചു മാറ്റണേ. തണ്ണിമത്തൻ കൃഷി നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തവണ തുടങ്ങിയത്. അപ്പോൾ തുടക്കത്തിലേ നമുക്കൊരു അബദ്ധം പറ്റി. അത് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചു തരാം. ഇത് 4 അടിയുടെ മൾച്ചിങ് ആണ്. ശരിക്കും നമുക്ക് 3 അടിയുടെ മൾച്ചിങ് ഷീറ്റ് ഇവിടെ മതിയായിരുന്നു. പക്ഷെ നമ്മൾ തുടക്കത്തിൽ അതൊരു അശ്രദ്ധ കാരണം സംഭവിച്ചു പോയതാണ്. ഈ വലുത് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ കാണുന്ന ഇവിടെ നിന്നൊക്കെ നമ്മളിപ്പോൾ ഇത് പറിച്ചെടുക്കണതാണ്. അതേപോലെ തന്നെ ഈ സൈഡിൽ നിന്നും ഇതിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുക്കണം. അപ്പോൾ പല സ്ഥലത്തും ഇത് കൂടുതൽ വന്നിട്ട് പറിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ലാസ്റ്റ്. അതേപോലെ തന്നെ ചില സ്ഥലത്ത് കീറി പോകാനുള്ള സാധ്യത ഉണ്ട്. അത് തണ്ണിമത്തൻ കൃഷിയിലേക്ക് ഏത് കൃഷിയിലേക്ക് ഇറങ്ങുന്നവരും മൾച്ചിങ് വാങ്ങുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള മൾച്ചിങ് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു മൾച്ചിങ് ഇത്തവണ നമ്മൾ ഉപയോഗിച്ച് ഇപ്പോൾ ഇത് സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾച്ചിങ് പെട്ടെന്ന് കീറിപ്പോവും. പക്ഷേ എങ്കിലും അങ്ങനെ പെട്ടെന്ന് വെയിൽ കൊണ്ടിട്ട് ദ്രവിക്കുക അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. സംഭവം സ്ട്രോങ് ആണ്. വേണമെങ്കിൽ നമുക്ക് ഇനിയും ഒരു വട്ടം കൂടി ഇതിൽ തന്നെ വിളവെടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. പ്ലാന്റ് വെക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഈ മൾച്ചിങ്ങിന് ഇവിടെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഹോൾ ഇവിടെ കറക്റ്റാണ്. ചില ഏരിയകളിൽ നമ്മൾ ഈ പ്ലാന്റോ അല്ലെങ്കിൽ ഇവിടെ പുല്ലൊക്കെ പൊന്തിയിട്ടൊക്കെ പറിച്ച് ഒഴിവാക്കുന്ന സമയത്ത് ഇങ്ങനെ സൈഡ് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ സൈഡ് നമ്മൾ മണ്ണ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ കണ്ടില്ല ചെറിയ ഹോള്, ഇപ്പോൾ ഇവിടെ പുല്ല് മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് ഒഴിവാക്കുന്ന സമയത്തും ഇതുപോലെ കീറി പോകാൻ ചാൻസ് ഉണ്ട്. തുടക്കത്തിലെ നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിലുള്ള രീതിയിലുള്ള മൾച്ചിങ് വാങ്ങാം. 3 അടിയുടെ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ പണി ഈസി ആയിട്ട് നമുക്ക് ഈ മൾച്ചിങ് മൊത്തം വലിച്ചെടുക്കായിരുന്നു. ഇനി നമ്മളിനി കരഭൂമി വേറെ എവിടെയെങ്കിലും കിട്ടുമോ നോക്കേണ്ട കൃഷി ചെയ്യാൻ. അത് കിട്ടുകയാണെങ്കിൽ ഈ മൾച്ചിങ് ഒക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളിത് എടുത്ത് വെക്കുകയാണെങ്കിൽ അടുത്ത തവണ ഈ പാടത്തിന് നമുക്ക് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന സമയത്തും ഈ മൾച്ചിങ് യൂസ് ചെയ്യാൻ പറ്റും. ചില ഏരിയകളിലൊക്കെ ഇതേപോലെ ഹോളുകളൊക്കെ ഉണ്ടാവും. അവിടെ നമ്മൾ ചെറിയ ഷീറ്റ് എന്തെങ്കിലും ഇട്ടെടുത്തിട്ട് കവർ ചെയ്താലും മതി. വീതിയിലുള്ള ഈ ഒരു മൾച്ചിങ്ങിൻ്റെ എൻഡ് ഇതേപോലെ ഇങ്ങോട്ട് കയറ് പോലെ ചുറ്റി പിടിക്കുക. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഇതിൽ പൊടി കച്ചറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. ഇത് നമ്മൾ മൾച്ചിങ് വലിച്ചിതാക്കുന്ന സമയത്ത് തന്നെ മണ്ണിന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് തന്നെ പുല്ലൊക്കെ ഒഴിവാക്കലും ബാക്കിയുള്ള പരിപാടികളൊക്കെ കുറേ നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല പൊടിയായിരിക്കും. അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഒരു ഏരിയത്തെ മൾച്ചിങ് മൊത്തം നമ്മളിതാ ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സീസൺ വരെ വേണമെങ്കിൽ എടുത്ത് വെക്കാം. ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ ഇത്തവണ തന്നെ നമ്മൾ ഇനി കരഭൂമി സെറ്റ് ആവുകയാണെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മൾച്ചിങ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുനടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ ഈ ഹാർവെസ്റ്റിങ്ങിൻ്റെ ടൈമിൽ തന്നെ ഒരുപാട് പേരൊക്കെ ഹാർവെസ്റ്റിങ്ങിന് തോട്ടത്തിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ നമ്മൾ തന്നെ പല രീതിയിൽ റഫായിട്ടൊക്കെ ഇങ്ങനെ ചവിട്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇങ്ങനെ ചവിട്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. 3 അടിയുടെ മൾച്ചിങ് ഷീറ്റാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മണ്ണ് ഇതിൻ്റെ മേലെ ഓവർലോഡ് വരില്ല. ഷീറ്റ് വിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഷീറ്റ് ഇങ്ങനെ വിരിച്ചിട്ട് കുറച്ച് മണ്ണ് ഇവിടെ ഇട്ട് അടുത്ത് ഇവിടെ ഇട്ട് പിന്നെ അടുത്ത് ഇവിടെ ഇട്ട് പോവുകയാണെങ്കിൽ മൾച്ചിങ് തിരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പണി എളുപ്പമായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിവിടെ ഒരു കൈ കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സൈഡ് കീറി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഈ ഷീറ്റ് മൊത്തം വലിച്ചെടുക്കണം. ചില ഏരിയയിലൊക്കെ നല്ല രീതിയിൽ കള പൊന്തിയിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒന്ന് ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കുക, അല്ലാണ്ടെങ്കിൽ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടി പ്ലാന്റ് തിരിച്ചങ്ങോട്ട് വെച്ച് കൊടുക്കേണ്ടില്ല. അപ്പോൾ ഇതിന് പോകുന്നത് അപ്പോൾ ഇതിന് ഇവിടെയൊക്കെ കീറിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റിയതാണ് തുടക്കത്തിൽ 4 അടിയുടെ ഷീറ്റ് എടുത്തത്. പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്, മൾച്ചിങ് ഇട്ട് കൃഷി ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള സൈസിലുള്ള മൾച്ചിങ് എടുക്കുക. പിന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ നല്ല കരഭൂമി സെറ്റാക്കിയിട്ട് അവിടെ നമ്മൾ മൾച്ചിങ് ഇടുന്നുണ്ടെങ്കിൽ ഈ തണ്ണിമത്തം കഴിഞ്ഞ് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും വിളവിടാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇടാം. അടിവളക്കായിട്ട് ഒന്ന് മാറ്റി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. നമ്മൾ തുടക്കത്തിൽ ഇതിനെ താഴെ കോഴിക്കാഷ്ടം മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ വെള്ളമാവും, വേറെ കൃഷിയൊന്നും ചെയ്യാനും പറ്റില്ല ജൂണായി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ വേറെ കൃഷിയിലേക്ക് ഇറങ്ങാഞ്ഞത്. ചീര വെണ്ടൊക്കെ പ്ലാനിലുണ്ടായിരുന്നു, പക്ഷേ സാഹചര്യം ഒത്തു വരാത്തതുകൊണ്ട് കാര്യങ്ങൾ പിന്നെ ഇവിടെ സെറ്റായില്ല. അപ്പോൾ പിന്നെ വേറെ നമ്മൾ പ്രോപ്പർട്ടി നോക്കുന്നുണ്ട്, അത് സെറ്റായതുമില്ല. അപ്പോൾ കൂടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തവണ തണ്ണിമത്തൻ കൃഷിയിൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് നന്ദിട്ടോ. താങ്ക് യു, ബൈ.